ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് 3/4 കിലോ ചിക്കനിലേക്ക് 1/2 കപ്പ് തൈര്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 വലിയ സവോള സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചിയാണ്. കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ടും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം. അത്യാവശ്യം നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഒരു വലിയ കടായി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരച്ചെടുത്ത കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ തക്കാളി ചേർക്കണം. തക്കാളി ചേർക്കാനായിട്ട് ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുക്കാം. എന്നിട്ട് അത് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം. വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് വീണ്ടും എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒരു സ്മെല്ല് വരുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. എപ്പോഴും ചൂടുവെള്ളം ചേർക്കായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നമ്മൾ ആദ്യം ചിക്കനിൽ കുറച്ച് ഉപ്പ് പരട്ടി വെച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് അല്പം ഗരം മസാല കൂടി ചേർത്ത് വീണ്ടും അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ കറിയൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറി റെഡിയായി. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഫീഡ്ബാക്ക്സ് പറയണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.